യെസ്, തിരുവനന്തപുരത്ത് ബി.ജെ.പിയിലും ചില തർക്കങ്ങളുണ്ട് എന്നതാണ് വാർത്തകൾ. തിരുവനന്തപുരത്ത് നിയമത്തിന് പിന്നാലെ വട്ടിയൂർക്കാവിലും ബി.ജെ.പിയിൽ തർക്കമുണ്ട്. 7 വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് പലയിടത്തും തർക്കമുണ്ടാകുന്നത്. പലയിടത്തും ഒന്നിലധികം സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി രംഗത്തുള്ളത്. ഇതാണ് ഈ തർക്കത്തിന്റെ അടിസ്ഥാനം. എന്തായാലും വട്ടിയൂർക്കാവിലും ഇതേ പ്രതിസന്ധി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. 7 വാർഡുകളിലാണ് ഒന്നിലധികം പേർ സ്ഥാനാർത്ഥിത്വ മോഹികളായി രംഗത്ത് വരുന്നു. ഇത് സ്വാഭാവികമായും തർക്കമായി മാറുന്നു. ബി.ജെ.പി ഇത്തവണ വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തങ്ങൾ കോർപ്പറേഷൻ പിടിക്കുമെന്ന വലിയ അവകാശവാദം ബി.ജെ.പി ഉയർത്തുന്നുണ്ട്. പക്ഷേ പാളയത്തിലെ പട ബി.ജെ.പിക്കും അവിടെ വില്ലനാകുന്നു എന്നതാണ് സാഹചര്യം. വട്ടിയൂർക്കാവിലും ബി.ജെ.പിയിൽ തർക്കമുണ്ട്. 7 ഇടത്താണ് ഒന്നിലധികം പേര് സ്ഥാനാർത്ഥിയാവാൻ രംഗത്തെത്തുന്നതാണ് ഈ തർക്കത്തിന് ഇടവെക്കുന്നത്. ഒപ്പം മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളും ബി.ജെ.പിക്ക് തിരുവനന്തപുരത്ത് വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നേരത്തെ ഒരു കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ, അനന്തപുരം സഹകരണ സംഘത്തിലെ ബാങ്കിലെ വായ്പകളുമായി ബന്ധപ്പെട്ട പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. വി അരുൺ ചേരുന്നു. അരുൺ, ഈ ബി.ജെ.പി കോർപ്പറേഷൻ പിടിക്കുമെന്ന അവകാശവാദവുമായി മുന്നോട്ട് പോകുന്ന ബി.ജെ.പിയെ സംബന്ധിച്ച് എത്ര കണ്ട് വെല്ലുവിളിയാണ് ഈ പാളയത്തിലെ തർക്കം? എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം കൂടുന്നതാണോ ബി.ജെ.പിക്ക് വെല്ലുവിളിയാവുന്നത്? വലിയ തർക്കമുണ്ട്. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ഒന്നിലേറെ എന്ന് പറഞ്ഞാൽ പലയിടത്തും 4-5 പേരൊക്കെ സീറ്റ് മോഹിച്ച് ഉണ്ട്. ഇന്നലെ നേമത്തെ ഏരിയ പ്രസിഡന്റ്, ബി.ജെ.പിയുടെ ഏരിയ പ്രസിഡന്റ് തന്നെ രാജിവെച്ചിരുന്നു. 3-4 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ഒരു ഏരിയയുടെ പ്രവർത്തന പരിധി. അവിടെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ എം.ആർ. ഗോപൻ എന്ന ഇപ്പോൾ പൊന്നുമംഗലം കൌൺസിലറായ ബി.ജെ.പിയുടെ തലസ്ഥാന പ്രധാന നേതാവ് വീണ്ടും നിയമത്തേക്ക് മത്സരിക്കാൻ വരുന്നു. അതാണ് ഇന്നലെ ബി.ജെ.പിയുടെ ഏരിയ പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോകാൻ പ്രേരിപ്പിച്ചത്. നേരത്തെയും പൊന്നുമംഗലം മത്സരിക്കുന്നതിന് മുമ്പ് നേമം കൌൺസിലറായിരുന്നു എം.ആർ. ഗോപൻ. അന്ന് അവിടെ കോവിഡ് കാലത്ത് പോലും വാർഡിലെ ജനങ്ങളെ അനാഥരാക്കി അവിടെ നിന്ന് പോയി എന്ന ആരോപണമാണ് ഇന്നലെ പാർട്ടി പ്രസിഡന്റ് നൽകിയ കത്തിൽ ബി.ജെ.പിയുടെ ഏരിയ പ്രസിഡന്റ് ആരോപിക്കുന്നത്. എന്നാൽ അവിടെ മാത്രമല്ല പ്രശ്നങ്ങളെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പല വാർഡുകളിലും തർക്കമുണ്ട്. നെട്ടയം, പാതിരപ്പള്ളി, കുടപ്പനക്കുന്ന്, വാഴോട്ടുകോണം, തുരുത്തുമൂല, കൊടുങ്ങാനൂർ, വട്ടിയൂർക്കാവ് വാർഡുകളിലാണ് വലിയ തർക്കമുള്ളത്. വട്ടിയൂർക്കാവിൽ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി കൂടിയായി പരിഗണിക്കപ്പെടുന്ന വി രാജേഷ് മത്സരിക്കാനിരിക്കുന്ന വാർഡാണ്. അവിടെയും തർക്കമുണ്ട്. അവിടെ ഒന്നിലധികം പേരുകളുണ്ട്. വി രാജേഷ് യു.ഡി.എഫുമായി ധാരണയെത്തി അവിടെ മത്സരിക്കുന്നുവെന്ന വിമർശനം ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. വാഴോട്ടുകോണം, തുരുത്തുമൂല വാർഡുകളിൽ എം.ആർ. രാജീവ് എന്ന മത്സരിക്കാൻ വന്നാൽ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയുന്നു. കുടപ്പനക്കുന്ന് വാർഡിൽ നിലവിലുള്ള പ്രവർത്തകരെ അവഗണിച്ച് മഹിളാ മോർച്ചയുടെ പുതിയ മണ്ഡലം പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ നീക്കമുണ്ട്. അതിൽ കടുത്ത എതിർപ്പ് പ്രാദേശികമായി ഉയരുന്നു. പാതിരപ്പള്ളി വാർഡിൽ മുൻ കൌൺസിലർ കൃഷ്ണൻകുട്ടിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഭീഷണി അവിടെയും ഉയരുന്നുണ്ട്. നെട്ടയം വാർഡിലും വലിയ തർക്കങ്ങളുണ്ട്. അവിടെ സുമി ബാലു എന്ന പേരാണ് പരിഗണിക്കുന്നത്. പക്ഷേ അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർക്ക് അതിൽ കടുത്ത എതിർപ്പുണ്ട്. അവിടെ ഈ നെട്ടയം വാർഡിൽ ഇരുകുന്ന മുടിപ്പുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട RSS ബി.ജെ.പി നേതാക്കളുടെ ഇടപെടലിൽ വലിയ അമർശമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെയും ഇത്തരം പ്രശ്നമുണ്ട്. പാതിരപ്പള്ളി വാർഡിൽ നേരത്തെ സൂചിപ്പിച്ചു. വട്ടിയൂർക്കാവ് വാർഡിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. കൊടുങ്ങാനൂർ വാർഡിൽ മുൻ കൌൺസിലർ പത്മ മത്സരിച്ചാൽ വാർഡിലെ ബൂത്ത് പ്രസിഡന്റുമാർ അടക്കം രാജിവെക്കുമെന്ന മുന്നറിയിപ്പ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഒരു വാർഡിൽ CPM-ൽ നിന്ന് വന്ന ഒരു നേതാവിനെ മത്സരിപ്പിക്കാനുള്ള ശ്രമവുമുണ്ട്. അതിലും കടുത്ത അതിർത്തിയുണ്ട്. അവിടെ അങ്ങനെയെങ്കിൽ വിമത സ്ഥാനാർത്ഥി വരുമെന്നാണ് പ്രാദേശിക പ്രവർത്തകർ ഭീഷണി ഉയർത്തിയിട്ടുള്ളത്. അങ്ങനെ പല വാർഡുകളിലും വട്ടിയൂർക്കാവ് പല പേരുകളുണ്ട്. നന്ദഭാർഗവ്, സുഗതൻ, വി ഉണ്ണി, ഹരിശങ്കർ തുടങ്ങിയ പല പേരും അവിടെ പരിഗണിക്കുന്നു. വാഴോട്ടുകോണത്തും ഒന്നിലധികം പേരുകളുണ്ട്. CPM-ൽ നിന്ന് വന്ന പേരൂർക്കട SC വാർഡാണ്, സംവരണ വാർഡാണ്. CPM-ൽ നിന്ന് വന്ന പേരൂർക്കട രവിയെ അവിടെ സീറ്റ് നൽകാൻ ബി.ജെ.പി നേതൃത്വം ആലോചിക്കുന്നു. പക്ഷേ രവി മത്സരിച്ചാൽ അവിടെ വിമത സ്ഥാനാർത്ഥി ഉണ്ടാകും. CPM വിട്ടുവന്ന ആളെ ഉടൻ സ്ഥാനാർത്ഥിയാക്കിയാൽ അതിനെ അംഗീകരിക്കില്ല എന്നൊരു വിഭാഗം പ്രവർത്തകർ പറയുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വട്ടിയൂർക്കാവ് വാർഡിലുണ്ട്. മണക്കാട്, ശിവരാഹം തുടങ്ങിയ ആറ്റുകാൽ തുടങ്ങിയ വാർഡുകളിലും നേമം മണ്ഡലത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും അവിടെയും വലിയ തർക്കമുണ്ട്. ശ്രീകണ്ഠേശ്വർ നിലവിലെ കൌൺസിലറുടെ ബന്ധുവിനെ മത്സരിപ്പിക്കുന്ന തർക്കമുണ്ട്. പെരുന്താന്തി വാർഡിൽ മഹിളാ മോർച്ച വൈസ് പ്രസിഡന്റ് മത്സരിപ്പിക്കുന്നതിൽ തർക്കമുണ്ട്. അങ്ങനെ പല വാർഡുകളിലും, മഞ്ചൂർ ഫോർട്ട് വാർഡുകളിലും അഭിപ്രായ ഭിന്നതകളുണ്ട്. ബി.ജെ.പിയും ഒരു അന്തിമ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് ഈ ഒരു തർക്കം കാരണമാണ്. വി രാജന്റെ പേര് പല വാർഡുകളിലും, പുന്നക്കാമുകൾ അടക്കം ഉള്ള പുന്നക്കാമുകൾ, കവടിയാർ, വട്ടിയൂർക്കാവ് പല വാർഡുകളിലും വി രാജന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. പക്ഷേ എവിടെയാണ് മത്സരിക്കുന്നത് ഇതിനകം തീരുമാനമായിട്ടില്ല. വട്ടിയൂർക്കാവിൽ
മത്സരിക്കാനാണ് വി രാജ് താല്പര്യമെന്നാണ് അറിയുന്നത്. പക്ഷേ അവിടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ബി ജെ പിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കവടിയാറാണെങ്കിൽ ശബരിനാഥ് മത്സരിക്കുന്ന വാർഡാണ്. ഒരു വോട്ടിന് മാത്രം കഴിഞ്ഞ തവണ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞ വാർഡാണ്. അവിടെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള വാർഡാണ്. പക്ഷേ എങ്കിലും ശബരിനാഥ് മത്സരിക്കുമ്പോൾ അവിടെ വി രാജ് കൂടി വന്നാൽ അത് റിസ്ക് ആവില്ലേ എന്ന തരത്തിലുള്ള ചർച്ചകളുമുണ്ട്. ഏതായാലും വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുന്നത് വൈകിപ്പിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി ഇത്തവണ ഭരണം പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ബി ജെ പി പ്രചരണരംഗത്ത് സജീവമാകുന്നത്. ഇന്ന് പദയാത്രകളും ആരംഭിക്കുകയാണ്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേമം മണ്ഡലത്തിലെ പദയാത്രയിൽ പങ്കെടുക്കും. അവിടെയാണ് ഇന്നലെ ഏരിയ പ്രസിഡന്റ് രാജിവെച്ചതെന്ന് കൂടി ഓർക്കണം. മറ്റു നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിലും പ്രധാനപ്പെട്ട നേതാക്കൾ എസ് സുരേഷും അതുപോലെ തന്നെ മുൻ ഡി ജി പി ശ്രീലേഖ അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട പദയാത്രകളാണ് ബി ജെ പി ഇന്ന് ആരംഭിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ആഭ്യന്തര തർക്കങ്ങൾ ബി ജെ പിക്ക് വെല്ലുവിളിയായി മാറുകയാണ്. സരിത, ആഭ്യന്തര തർക്കങ്ങൾ, എന്നാൽ ഇത്തരം തർക്കങ്ങളൊന്നുമില്ല എന്നതാണ് ബി ജെ പി നേതാക്കളുടെ അവകാശവാദം. നമ്മൾ ബി ജെ പി നേതാക്കളുടെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു, പക്ഷേ ഈ ഒരു തർക്കം അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ ബി ജെ പിയിലും ആഭ്യന്തര പ്രശ്നമുണ്ട്. വിജയസാധ്യതാ വാർഡുകളിൽ ഒന്നിലധികം ആളുകളാണ് സ്ഥാനാർത്ഥികളാവാൻ രംഗത്ത് വരുന്നത്. ഇതാണ് ഈ പ്രതിസന്ധിക്ക് ഇടവയ്ക്കുന്ന ഒരു കാരണം കൂടി. അത് ബി ജെ പിയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതുമല്ല. ശ്രീ കരമന ജയൻ, ബി ജെ പി ജില്ലാ അധ്യക്ഷൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കരമന ജയൻ, നിങ്ങൾ കോർപ്പറേഷൻ പിടിക്കും എന്ന വലിയ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാദേശികമായി ഒന്നിലധികം ആളുകൾ സ്ഥാനാർത്ഥികളായ രംഗത്ത് വരുന്നത് പ്രശ്നമുണ്ടോ? ഈ തർക്കം പരിഹരിക്കുമോ? പറയുന്നതല്ലാതെ ബി ജെ പിക്കകത്ത് ഒരു തർക്കവുമില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വാർഡുകളിൽ നിന്ന് പട്ടിക ജില്ലാ എത്തി. ഇനി അത് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഫൈനൽ ചെയ്യും. ആ സ്ഥാനാർത്ഥിയായാലും പാർട്ടിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ മുന്നോട്ട് വരും. തർക്കം മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഇന്നലെ നേമം വാർഡിലെ ഏരിയയിലെ പ്രസിഡന്റ് രാജിവെച്ചു എന്നൊരു വാർത്ത നിങ്ങൾ ന്യൂസ് 8 ഇന്നലെ ആദ്യം കൊടുത്തിരുന്നു. പക്ഷെ അത് യാതൊരു അർത്ഥവുമില്ല. എന്നാൽ രാവിലെ ഏരിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രചരണാർത്ഥമായിട്ടുള്ള ചെവരെഴുത്ത് വരെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇത് ഈ ജയകുമാർ എം, ബി ജെ പി നേമം ഏരിയ പ്രസിഡന്റ് രാജിക്കത്ത് അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം കൈമാറിയ കത്ത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഇല്ല എന്ന് അവകാശപ്പെടുന്നത്? ഇതാ എൻ്റെ കൈവശം ആ കത്തുണ്ട്. അപ്പോൾ ഈ സംഘടനാ തലത്തിൽ ചില പ്രശ്നങ്ങൾ പ്രാദേശിക എല്ലാ പാർട്ടികളും സ്വാഭാവികമാണ്. ഒരു തർക്കവും ഇല്ലെന്നാണ് അവകാശവാദം. ഒരു തർക്കവുമില്ല. സ്ഥാനാർത്ഥി ബന്ധപ്പെട്ടുള്ള പട്ടിക വരുന്ന സമയത്ത് ഓരോ പേരിൽ വരും. പാർട്ടി ഔദ്യോഗികമായിട്ട് നേതൃത്വം തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ശക്തമായി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിൽക്കും. അതിന്റെ സംശയമൊന്നും വേണ്ട. ഈ ജയകുമാർ രാജിവെച്ചിട്ടില്ലേ? ജയകുമാർ രാജിവെച്ചാൽ അത് സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് രാവിലെ ജയകുമാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ജയകുമാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു അല്ലേ? അങ്ങനെയാണോ? എല്ലാ പ്രശ്നങ്ങളെല്ലാം